അൻസിബ ഹസനെതിരെ വ്യാജ കേസ് തൃപ്പൂണിത്തുറ പോലീസ് സ്റ്റേഷനിൽ കൊടുത്തു എന്ന് പറയപ്പെടുന്ന ആ വനിതാ എക്സിക്യൂട്ടീവ് അംഗം വേറെ ആരുമല്ല, അത് അമ്മയുടെ വൈസ് പ്രസിഡന്റ് കൂടിയായ ലക്ഷ്മിപ്രിയ എന്ന ഞാനാണ്. ഡിസംബർ 10 എന്റെ ഫോണിലേക്ക് ശ്രീമതി അൻസിബ ഹസൻ ഒരു മെസ്സേജ് അയച്ചിരുന്നു. ഞാൻ ഇവിടെ കുടുംബമായിട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, വളരെ ചെറിയ പ്രായത്തിൽ വിവാഹിതയായിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ എന്റെ കുടുംബത്തിൽ എന്റെ ഫോൺ എന്ന് പറയുന്നത് നമ്പർ ലോക്കുകളോ വേറെ ഏതെങ്കിലും തരത്തിലുള്ള ലോക്കുകളോ ഉള്ളതല്ല. ആ മെസ്സേജിന് മറുപടിയായിട്ട് എന്താണ് ഈ പറഞ്ഞിരിക്കുന്നത് എന്ന് ഞാൻ ചോദിച്ചു. ഐ കോൾ യു ലേറ്റർ ചേച്ചി, ഐ ആം ഇൻ എ വർക്ക് എന്ന് പറഞ്ഞിട്ടാണ് രാത്രി 11 മണിക്ക് എന്റെ അടുത്ത് അൻസിബ ഹസൻ റെസ്പോണ്ട് ചെയ്യുന്നത്. അതിനുശേഷം പല ആവർത്തി ഞാൻ ഈ മോളെ പല പ്രാവശ്യം വിളിച്ചു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അൻസിബയെ ഞാൻ എന്റെ ഒരു അനിയത്തിയെക്കാട്ടിലും വാത്സല്യത്തോട് കൂടിയിട്ടാണ്. എന്റെ മകൾക്ക് 10 വയസ്സേ ആയിട്ടുള്ളൂ. ഏജ് കൊണ്ട് അൻസിബ എന്റെ മകളാകാനുള്ള ഒരു പ്രായമൊന്നും ആയിട്ടില്ലെങ്കിലും അൻസിബയും ഞാനും തമ്മിൽ ഒരു എന്താ പറയാ, അൻസിബയുടെ അമ്മയെ പോലെ അൻസിബയെ കൺസിഡർ ചെയ്യുന്ന സ്നേഹിക്കുന്ന ഒരു വ്യക്തി തന്നെയായിരുന്നു. എന്നിട്ട് ഒരു ദിവസം എന്റെ ഹസ്ബൻഡ് ഈ മെസ്സേജ് ഇത് വായിക്കുകയും അദ്ദേഹം വളരെ പാനിക് ആവുകയും അതിനെ തുടർന്ന് ഒരു കുടുംബമല്ലേ, കുടുംബമായിട്ട് ജീവിക്കുന്ന എല്ലാവർക്കും മനസ്സിലാവുമല്ലോ, എന്റെ വീട്ടിൽ ഈ മെസ്സേജിനെ ചൊല്ലി പല പ്രശ്നങ്ങളും ഉടലെടുക്കാൻ അത് കാരണമാകുന്നു എന്ന ഘട്ടത്തിൽ ഞാൻ അൻസിബയോട് ശ്രീനിയേട്ടൻ മരിച്ചു കിടക്കുന്ന ആ ഒരു അവസ്ഥയിൽ പോലും ഞാൻ റിക്വസ്റ്റ് ചെയ്ത് പറഞ്ഞിരുന്നു, അൻസിബ എന്റെ വീട്ടിലേക്ക് വരണം, മോള് ജയശേട്ടനെ കണ്ട് ഇത് സംസാരിക്കണം, ഇല്ലെങ്കിൽ അൻസിബ ഹസ്ബൻഡിന്റെ അടുത്ത് ഫോണിലെങ്കിലും ഈ വിഷയം സംസാരിക്കണം, എനിക്ക് പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നു എന്ന് പറയുന്നു. അതിനൊന്നും ആ കുട്ടി തയ്യാറായില്ല. പിന്നീട് യാതൊരു വിധത്തിലും എന്റെ മെസ്സേജസിന് റെസ്പോണ്ട് ചെയ്യുകയോ എന്റെ കോൾസ് അറ്റൻഡ് ചെയ്യുകയോ ആ കുട്ടി ചെയ്തിട്ടില്ല. യാതൊരു നിവൃത്തിയുമില്ലാതെ എന്റെ കുടുംബജീവിതം ഒരു മോശമാകുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തുന്നു എന്ന് വന്നപ്പോഴാണ് നമ്മുടെ ഇവിടെ ഹിൽ പാലസ് വനിതാ സെല്ലിൽ ഞാൻ ജനുവരി ഒരു മധ്യത്തോട് കൂടിയിട്ടാണ് എന്നാണ് എന്റെ ഓർമ്മ, അന്ന് ഞാൻ അവിടെ കൊണ്ടുവന്ന് പരാതി കൊടുക്കുന്നത്. ലക്ഷ്മിപ്രിയെ, കേൾക്കുന്നവർക്ക് മനസ്സിലാവും ഇതൊക്കെ ചുമ്മാ മനസ്സിൽ തട്ടിയിട്ടൊന്നും പറയണല്ല, കല്ല് വെച്ച നോണയാണെന്ന്. അതായത് നിങ്ങൾ തന്നെ പറയുന്നുണ്ടായി, അൻസിബി എനിക്ക് എന്റെ മകളെ പോലെയാണ്, അൻസിബിയുടെ അമ്മ കെയർ ചെയ്യണ പോലെയാണ് ഞാൻ കെയർ ചെയ്യാറുള്ളത്, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ. എന്നിട്ടാണോ ഈ കൊണ്ട് കേസ് കൊടുത്തത്? കേസ് കൊടുത്തതും അൻസിബ പറയണത് എന്താ, നിങ്ങൾ നീനാക്കുറിപ്പിനെ വിളിച്ച പോലുള്ള ശാപവാക്കുകളാണ് അവിടെ പോലീസ് സ്റ്റേഷനിൽ വെച്ചിട്ട് അൻസിബിനെ പറഞ്ഞത്. അപ്പോൾ ഇതിലെന്താ നിങ്ങൾ പറയണതിന് വല്ല അർത്ഥവും കാര്യങ്ങളുണ്ടോ? പിന്നെ അത് മാത്രമല്ല, വേറൊരു കാര്യം കൂടി ചോദിച്ചോട്ടെ. അതായത് അൻസിബ ഒരു മെസ്സേജ് അയക്കുന്നതിൻ്റെ പേരിൽ നിങ്ങൾ തന്നെ പറയും വളരെ ചെറുപ്പത്തിൽ വിവാഹം കഴിഞ്ഞതെന്ന്. അപ്പോൾ നിങ്ങളുടെ ഭർത്താവിന് നിങ്ങൾ അത്ര വിശ്വാസമുള്ളൂ? അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരാൾ നമുക്കൊരു മെസ്സേജ് അയക്കുമ്പോൾ അപ്പോൾ അത് കണ്ട് ഭർത്താവ് വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കണമെങ്കിൽ നിങ്ങളെ ഭർത്താവിന് നിങ്ങളെ വിശ്വാസം പോരാ. അല്ലാണ്ട് നിങ്ങളെ അൻസിബയുടെ നെഞ്ചത്ത് കയറി അൻസിബിനോട് അവിടെ വരെ ഇവിടെ വായോ ഭർത്താവിനെ വിളിക്കുന്നു പറയേണ്ട ആവശ്യമില്ല. അത് നിങ്ങളുടെ കുടുംബ പ്രശ്നമാണ്. നിങ്ങളുടെ കുടുംബ പ്രശ്നത്തിന് അൻസിബിനെ വിളിച്ചിട്ട് നിങ്ങൾ ഭർത്താവിനോട് സംസാരിക്കാൻ പറയേണ്ട ആവശ്യം എന്താ? അത് നിങ്ങൾ തമ്മിൽ റെഡിയാക്കേണ്ട കാര്യമല്ലേ? അയ്യയ്യേ. പിന്നെ നിങ്ങൾ അത്ര വലിയ തെളിഞ്ഞ പുള്ളിയൊന്നും ആയിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. കാരണം എനിക്ക് ടിനി ടോം അൻസിബിനെ ജിഹാദി എന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ നിങ്ങളും ഉണ്ടോയെന്ന് സംശയമുണ്ട്. ഉണ്ടെന്ന് ഞാൻ പറയുന്നില്ല, സംശയമുണ്ട്. അതിൻ്റെ കാരണം എന്താണെന്നറിയോ? നിങ്ങൾക്ക് വരുന്ന കമൻസിനൊക്കെ നിങ്ങൾ റിപ്ലൈ കൊടുക്കുന്ന രീതി കണ്ടിട്ട് നിങ്ങൾ ഒന്നാമത്തെ വർഗീയവാദി എന്ന് ഞാൻ പറയും. അസൽ വർഗീയ വിഷമുള്ള സ്ത്രീ ആയിരിക്കണം നിങ്ങൾ ഇതേപോലുള്ള കമൻസ് നിങ്ങൾ കൊടുക്കുന്നുണ്ടെങ്കിൽ. അപ്പം നിങ്ങൾക്കൊന്നും ഇവിടെ വന്നിരുന്നിട്ട് ഒരു പ്രസിഡന്റ് ആകാനോ അല്ലെങ്കിൽ കുറേ വായനാക്കുണ്ടെന്നല്ലാണ്ട് വേറെ ഒന്നും നിങ്ങൾക്കുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ലക്ഷ്മിപ്രിയ. കാരണം നിങ്ങളുടെ എല്ലാ വൈബ്രൻസും ഒക്കെ ഞങ്ങൾ ബിഗ് ബോസിലൂടെ കണ്ടതാണ്. നിങ്ങൾ ഏത് ടൈപ്പ് വ്യക്തിയാണെന്ന്. അപ്പോൾ ഇനി നിങ്ങൾ കൂടുതൽ മേടിക്കിട്ടൊന്നും കാര്യമില്ല. സത്യം എന്തായാലും പുറത്തു വരട്ടെ. എന്തായാലും സത്യം എന്തായാലും മറന്നിക്ക് പുറത്തു വരും. ഓക്കെ. പിന്നെ ഇപ്പോഴത്തെ സ്റ്റേജിൽ മിക്ക ആൾക്കാരും അൻസിബയുടെ കൂടെ തന്നെയാണ്. പലതും വെച്ച് നോക്കുമ്പോൾ, പലരും പറയുന്ന രീതി നോക്കുമ്പോൾ എല്ലാം അൻസിബയുടെ സൈഡിൽ തന്നെയാണ്. ഓക്കെ.